പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് വാട്സപ്പിൽ വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന വോയിസുകൾ. നമുക്കറിയാം, നമുക്ക് ഇങ്ങനെയുള്ള വോയിസുകൾ ചിലത് നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടി സാഹചര്യം വരുന്നു. കാര്യം ചിലത് നമുക്ക് പിന്നീട് കേൾക്കേണ്ട ആവശ്യമുള്ള വോയിസുകളായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ നമ്മളുടെ തർക്കിക്കും, ഇങ്ങനെയല്ല, ഈ രീതിയിലല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ തർക്കിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വാട്സപ്പിലെ ഈ വോയിസ് അവർക്ക് തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നു. അതെങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഈ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ അറിവ് അവർക്കറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കിടന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മൾ ഒരു വോയിസ് ഇതുപോലെ നമ്മുടെ കൂട്ടുകാർ നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ വോയിസ് അയച്ചു കഴിഞ്ഞാൽ ഈ വോയിസ് നമുക്ക് വാട്സപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ വോയിസ് നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ. പക്ഷെ ഇതേ രീതിയിലായിരിക്കും കാണുന്നത്. ഇത് നമുക്ക് ഏത് വോയിസ് ആണ് എന്ന് അയച്ചത് എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ക്ലിയർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ആ വോയിസ് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ വോയിസ് എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഞാനൊരു ചാറ്റ് അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ വോയിസ് ആണ്, ഈ ലാസ്റ്റ് കാണുന്ന ഈ വോയിസ് ആണ് നമുക്കത് സൂക്ഷിച്ചു വെക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ വോയിസും ഇതുപോലെ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യമുള്ളത് മാത്രം ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ അതിന് ആ വോയിസ് നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഷെയർ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫയൽ മാനേജർ, എന്തായാലും എല്ലാ ഫോണിലും ഒരു ഫയൽ മാനേജർ കാണുമല്ലോ, ആ ഒരു ഫയൽ മാനേജറും ഇതിൽ കൂടെ വരും. ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിളിന്റെ ഫയൽ മാനേജറാണ് ഉള്ളത്. ഗൂഗിളിന്റെ ഫയൽ മാനേജർ ഇവിടെ വന്നിട്ടുണ്ട്. സാധാരണ ഫയൽ മാനേജറും ഇതുപോലെ വരും. ഞാനതിൽ ഗൂഗിൾ ഫയൽ മാനേജർ ഞാനിതാ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഫയൽ മാനേജറിൽ ഡൗൺലോഡ് ആവും. അപ്പോൾ തന്നെ നമുക്കിവിടെ ആ വോയിസ് കാണാൻ സാധിക്കും കേട്ടോ. നമ്മളിത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ റീനെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ ഈ നീല ഷെയ്ഡുള്ള ഭാഗം മാത്രം ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആവും. അതിനുശേഷം നമ്മൾ ഇത് ഏത് വോയിസ് ആണോ, വോയിസ് ആരാണ് അയച്ചത്, അല്ലെങ്കിൽ എത്രാം തീയതിയാണ് അയച്ചത് എന്നുള്ളതെല്ലാം നമുക്കിവിടെ രേഖപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിനു വേണ്ടിയിട്ട് അയച്ച ആളുടെ പേര് ഞാനിവിടെ രേഖപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വോയിസ് തിരഞ്ഞെടുക്കാൻ കണക്കിനുള്ള ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കണക്കിനുള്ള ഡേറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മളിവിടെ എന്ത് ചെയ്യണം, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് മാറിയതിനു ശേഷം ഇവിടെ ഞാനിവിടെ പാർവതി എന്നാണ് കൊടുത്തത്, അതിവിടെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ വാട്സപ്പ് വരും. എന്ത് ചെയ്യുക, ഇതുപോലെ ആ വോയിസ് നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഷെയർ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു മാർഗത്തിലൂടെയും ഇത് ഷെയർ ചെയ്യാം കേട്ടോ. അതിന് നമ്മൾ ആർക്കാണ് അയച്ചു കൊടുക്കുന്നത് ആ ചാറ്റ് നമ്മൾ എടുക്കുക. ഇതുപോലെ ആ ചാറ്റ് നമ്മൾ എടുത്തതിന് ശേഷം നമുക്കിവിടെ അറ്റാച്ച് ബട്ടൺ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആഡിയോയുടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഞാൻ പാർവതി എന്ന് പേരെഴുതി വെച്ച ആ വോയിസ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫയൽ മാനേജറിന്റെ പേരിൽ പോയിട്ട് നമ്മൾ റീനെയിം കൊടുത്തതിന്റെ പേരിലാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും തിരിച്ചറിയാൻ സാധിക്കത്തില്ല. എന്നാലും ഇങ്ങനെയും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കണക്കായിട്ടുള്ള ആ ടൈറ്റിൽ മാത്രം കൊടുത്താൽ മതി. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ
ചെയ്തു വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.